ഇന്ന് സെപ്റ്റംബർ 26 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫേഴ്സ് നൽകി വരുന്നത്. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. വയോസേവന അവാർഡ് പ്രഖ്യാപിച്ചു. ആർക്കാണ് വയോസേവന അവാർഡ് നൽകുന്നത്? കേരള ഫോറസ്റ്റ് വാച്ചർ പോസ്റ്റിന്റെ പുതിയ പേരെന്താണ്? ഇന്നലെയാണ് എൻ്റെ ഓർഡർ ഇറക്കിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. എന്താണ് ഈ പ്രാവശ്യത്തെ അഗ്നി പ്രൈം മിസൈലിന്റെ പ്രത്യേകത? ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് വയോസേവന അവാർഡ്സ് അനൗൺസ്ഡ്. വയോസേന അവാർഡുകൾ പ്രഖ്യാപിച്ചു. ആർക്കാണ് ഈ പ്രാവശ്യത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്? കൂടാതെ വയോസേവന അവാർഡ് ഇത് പ്രഖ്യാപിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള സർക്കാരിന്റെ ഏത് വകുപ്പാണ് എല്ലാ വർഷവും വയോസേവന അവാർഡുകൾ നൽകുന്നത്? കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. കേരള സാമൂഹിക നീതി വകുപ്പാണ് എല്ലാ വർഷവും വയോസേവന അവാർഡുകൾ നൽകുന്നത്. ഇന്നലെ വയോസേന അവാർഡ് പ്രഖ്യാപിച്ചു. മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ആർ ബിന്ദുവാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ആജീവാനന്ദ സംഭാവന വിഭാഗത്തിൽ ആർക്കൊക്കെ വയോസേന അവാർഡുകൾ ലഭിക്കും? നടി ഷീലയും ഗായിക PK മേദിനിയും. രണ്ടുപേർക്കാണ് ഈ പ്രാവശ്യത്തെ വയോസേവന അവാർഡ്. അതായത് വയോജനങ്ങൾ, പ്രായമായവർക്ക് നൽകുന്ന ഒരു അവാർഡ് ആണ് വയോസേവന. അതുമായി ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന ഓർഗനൈസേഷൻസ് എന്നിവയ്ക്കെല്ലാം നൽകുന്ന അവാർഡ് ആണ് വയോസേവന അവാർഡ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യത്തെ 2025 വയോസേന അവാർഡിൽ ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ എന്ന കാറ്റഗറിയിൽ ലഭിച്ചിട്ടുള്ള 2 വ്യക്തികൾ ആണ് നടി ഷീലയും മറ്റൊന്ന് സിംഗർ PK മേദിനിയും. മികച്ച സർക്കാരിതര സംഘടനകൾക്കുള്ള വയോസേവന അവാർഡ് ഏത് സംഘടനയ്ക്കാണ് നൽകുന്നത്? കിത്മ തണൽ സ്നേഹവീട് കണ്ണൂർ. കണ്ണൂരിലുള്ള കിത്മ തണൽ സ്നേഹവീടിനാണ് ഈ പ്രാവശ്യത്തെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനുള്ള അവാർഡ് ലഭിക്കുന്നത്. നിരവധി അവാർഡ്സ് ആണ് വയോസേവനമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് ആണ് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ്. എല്ലാ വർഷവും ഏത് ദിവസമാണ് കേരള സാമൂഹിക നീതി വകുപ്പ് വയോസേവൻ അവാർഡ് നൽകുന്നത്? ഒക്ടോബർ 1 അന്താരാഷ്ട്ര വയോജന ദിനം. എല്ലാ വർഷവും ഒക്ടോബർ 1 തീയതിയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ്. ഇതുമായി ബന്ധപ്പെട്ടാണ് വയോസേന അവാർഡ് കേരള സ്റ്റേറ്റ് നൽകുന്നത്. കേരള സ്റ്റേറ്റിലെ കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നൽകി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ മിനിസ്റ്റർ ആയിട്ടുള്ള, അതായത് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള ആർ ബിന്ദുവാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തൊരു കറണ്ട് അഫേഴ്സ് ആണ് കേരള ഫോറസ്റ്റ് വാച്ചർ പോസ്റ്റ് റീനെയിംഡ്. കേരള ഫോറസ്റ്റ് വാച്ചർ തസ്തിക പേര് മാറ്റി. ഫോറസ്റ്റ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള ഫോറസ്റ്റ് വാച്ചറുടെ പുതിയ പേര് എന്തായിരിക്കും? ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ്. വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു കേരള ഫോറസ്റ്റ് വാച്ചർ എന്ന ആ ഒരു പേര് മാറ്റിക്കൊണ്ട് കേരള ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്നാക്കണമെന്ന് അതിൻ്റെ ഓർഡർ ആണ് ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ഇതിന് പുതിയ പേരായിരിക്കുള്ളൂ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ്. വാച്ചർ എന്ന പോസ്റ്റ് ഇനി ഉണ്ടാകില്ല. പക്ഷേ വർക്ക് എല്ലാം സെയിം വർക്കായിരിക്കുള്ളൂ. കേരള ഫോറസ്റ്റ് വാച്ചർ ചെയ്ത അതേ വർക്ക് തന്നെ ആയിരിക്കുള്ളൂ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് എന്ന പുതിയ പേരിലും ഉണ്ടാവുക. കേരള വനം വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഫോറസ്റ്റ് ഫോഴ്സ് മേധാവി ആരാണ്? രാജേഷ് രവീന്ദ്രൻ IFS. മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആണ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ്. ഇതിന്റെ ഇപ്പോഴത്തെ മേധാവിയാണ് രാജേഷ് രവീന്ദ്രൻ IFS. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈൽ. ഇന്ത്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. എന്താണ് ഈ പ്രാവശ്യത്തെ അഗ്നി പ്രൈം മിസൈലിന്റെ പ്രത്യേകത? നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സെപ്റ്റംബർ 24 റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈലുടെ പരീക്ഷണം നടത്തിയത് ആരാണ്? സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡുമായി സഹകരിച്ച് DRDO. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ അഗ്നി പ്രൈം മിസൈൽ ഇത് ഈ പ്രാവശ്യം അതിൻ്റെ പരീക്ഷണം റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ ആയിരുന്നു.
ഇതാദ്യമായിട്ടാണ് റെയിൽ ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ അതിലൂടെ തന്നെ പരീക്ഷിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് പറയുമ്പോൾ റോഡ് ബേസ്ഡ് മൊബൈൽ ലോഞ്ചർ ആണ് ഉപയോഗിക്കുക. എന്നാൽ 24 സെപ്റ്റംബർ ഈ പ്രാവശ്യം അത് ഉപയോഗിച്ചിട്ടുള്ളത് റെയിൽ ബേസ് മൊബൈൽ ലോഞ്ചർ ആണ്. അഗ്നി പ്രൈം മിസൈൽ ആണ് ഈ പ്രാവശ്യത്തെ ആ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഈ ടെസ്റ്റ് നടത്തിയത് DRDO ആണ്. ഒപ്പം തന്നെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് അതിൻ്റെ കൊളാബറേഷനിലാണ്, സഹകരിച്ചാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 24 വിജയകരമായി വിക്ഷേപിച്ച റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്നുള്ള അഗ്നി പ്രൈം മിസൈലിന്റെ പരിധി എത്രയാണ്? 2000 കിലോമീറ്റർ വരെ ദൂരപരിധി. 24 സെപ്റ്റംബറിന് പരീക്ഷിച്ച അഗ്നി പ്രൈം മിസൈലിന്റെ റേഞ്ച് ആയിരുന്നു അപ് ടു 2000 കിലോമീറ്റർ. 2000 കിലോമീറ്റർ പരിധി വരെ പോകാൻ സാധ്യതയുള്ള, അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അഗ്നി പ്രൈം മിസൈൽ ആണ് DRDOയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് ഒരുമിച്ച് അതിന്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. വളരെ വിജയകരമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു. ഏത് അഗ്നി പരമ്പരയാണ് അടുത്തിടെ പ്രതിരോധ സേനയിൽ ഉൾപ്പെടുത്തിയത്? അഗ്നി പ്രൈം മിസൈൽ. വളരെ സക്സസ്ഫുൾ ആയിട്ട് നിരവധി പ്രാവശ്യം അതിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു മിസൈൽ ആണ് അഗ്നി പ്രൈം മിസൈൽ. റോഡ് ബേസ്ഡ് ആയിരുന്നു അഗ്നി പ്രൈം മിസൈൽ. എന്നാൽ ഈ പ്രാവശ്യത്തെ ആ ലോഞ്ചിങ് അത് റെയിൽ ബേസ്ഡ് ആയിരുന്നു. ഈ ഒരു മിസൈൽ ആണ് ഇപ്പോൾ ഡിഫൻസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ ആണ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് GST അപ്പല്ലറ്റ് ട്രിബ്യൂണൽ ലോഞ്ച്ഡ് ബൈ ദി ഫിനാൻസ് മിനിസ്റ്റർ. GSTAT എന്നറിയപ്പെടുന്ന GST അപ്പല്ലറ്റ് ട്രിബ്യൂണൽ, ഗുഡ്സ് സർവീസ് ടാക്സിന്റെ ആ ഒരു അപ്പല്ലറ്റ് ട്രിബ്യൂണൽ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് മിനിസ്റ്റർ. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പല്ലറ്റ് ട്രിബ്യൂണൽ ലോഞ്ച് ചെയ്തത് ഏത് തീയതിയിലാണ്? 2025 സെപ്റ്റംബർ 24. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പല്ലറ്റ് ട്രിബ്യൂണൽ, തർക്കങ്ങൾ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അപ്പല്ലറ്റ് ട്രിബ്യൂണൽ ആണ് ഇപ്പോൾ ന്യൂഡൽഹിയിൽ സെപ്റ്റംബർ 24 തീയതി ഇപ്പോഴത്തെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് GSTAT എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പല്ലറ്റ് ട്രിബ്യൂണൽ. ചരക്ക് സേവന നികുതി അപ്പല്ലറ്റ് ട്രിബ്യൂണലിന്റെ ദർശനം എന്താണ്? വാട്ട് ഇസ് ദ വിഷൻ ഓഫ് GSTAT? പദപ്രയോഗമില്ലാതെ ലളിതവൽക്കരിച്ച ഡിജിറ്റൽ സമയബന്ധിത തർക്കപരിഹാരം. പ്രത്യേകിച്ച് GST ആകുമ്പോൾ തർക്കങ്ങൾ നിരവധി ഉണ്ടാകും. അപ്പം അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് GSTAT എന്നറിയപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പല്ലറ്റ് ട്രിബ്യൂണൽ. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് തർക്കങ്ങൾ പരിഹരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇവിടെയുള്ളത്. ചരക്ക് സേവന നികുതി അപ്പല്ലറ്റ് ട്രിബ്യൂണലായി പ്രിൻസിപ്പൽ സംസ്ഥാന ബെഞ്ചുകൾ എത്ര സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു? 45 ലൊക്കേഷൻസ്. 45 ലൊക്കേഷൻസിലെ, അതായത് ഒരു പ്രിൻസിപ്പൽ ബെഞ്ചും ഒപ്പം തന്നെ 31 സ്റ്റേറ്റ് ബെഞ്ച്. അപ്പോൾ ടോട്ടൽ 32 ബെഞ്ചസ് ആയിരിക്കുള്ളൂ. എന്നാൽ ഇത് 45 ലൊക്കേഷനിലായിരിക്കുള്ളൂ GSTAT പ്രവർത്തിക്കുക. ഇന്ത്യയിൽ ഏത് തീയതിയിലാണ് GST ആരംഭിച്ചത്? 2017 ജൂലൈ 1. 2017 ജൂലൈ 1 തീയതിയാണ് GST ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് GSTയിൽ വന്നൊരു മാറ്റങ്ങളാണ് GST ടാക്സ് ഇപ്പോൾ 5%, 18%, കൂടാതെ ചില വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ലക്ഷറി എന്ന ലെവലിൽ വരുന്ന, എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങൾ 40% ടാക്സ് എന്ന ലെവലിലും വന്നിട്ടുണ്ട്. കേരളത്തിലെ ലോട്ടറി ടിക്കറ്റ് ഇത് 40% ടാക്സിൽ വരുന്ന ഒന്നാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്, ഡിഫൻസ് മിനിസ്ട്രി HAL Inc. 62,370 crore ഡീൽ ഫോർ 97 ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. പ്രതിരോധ മന്ത്രാലയം HALഉം 62,370 കോടിയുടെ കരാറിൽ ഒപ്പുവെച്ചു. 97 ലൈറ്റ് കോമ്പാറ്റ് വിമാനങ്ങൾക്കുള്ള കരാർ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഡിഫൻസ് മിനിസ്റ്ററും തമ്മിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കരാർ ആണ്. 62,370 കോടി രൂപയുടെ ഒരു കരാർ ആണ്. ഏത് ഫോഴ്സിന് വേണ്ടിയുള്ള ഒരു കരാർ ആയിരുന്നു? ഏത് വിമാനം വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കരാർ ആയിരുന്നു? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യൻ വ്യോമസേനക്കായി ഏതുതരം വിമാനങ്ങൾക്കാണ് പ്രതിരോധ മന്ത്രാലയം 2025 സെപ്റ്റംബർ 25 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടത്? തേജസ് മാർക്ക് 1A വേരിയന്റ്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് തേജസ് മാർക്ക് 1A വേരിയന്റ് എന്ന ഈ ഒരു വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വിമാനത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയുള്ള കരാർ ആണ്. അതായത് 97 വിമാനങ്ങൾ ആണ്
ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അടുത്തൊരു 6 വർഷം കൊണ്ട് നൽകാൻ പോകുന്നത്. ഇതിന്റെ ഒരു കരാർ ആണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആയിട്ട് HAL നടത്തിയിട്ടുള്ളത്. 2025 സെപ്റ്റംബർ 25 പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി വ്യോമസേനക്കായി എത്ര വിമാനങ്ങൾക്കുള്ള കരാർ ഒപ്പിട്ടു? 62 യുദ്ധവിമാനങ്ങളും 29 ഇരട്ട സീറ്ററുകളും, 68 ഫൈറ്റർ ജെറ്റ്സ് ആൻഡ് 29 ട്വിൻ സീറ്റേഴ്സ്. പൊതുവെ ട്വിൻ സീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ട്രെയിനിങ്ങിന്റെ പർപ്പസിന് വേണ്ടിയാണ്. 68 ഫൈറ്റർ ജെറ്റ്സും 29 ട്വിൻ സീറ്റേഴ്സ് ആയിട്ടുള്ള തേജാസ് മാർക്ക് 1 വേരിയന്റ് ആണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ ഡിഫൻസ് ആയിട്ട് വന്നിട്ടുള്ള പുതിയൊരു കരാർ പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറാൻ പോകുന്നത്. നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.